നമസ്കാരം. ബീറ്റൽജ്യൂസ് എന്ന ചുവന്ന മഹാതാരത്തെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന പുതിയ കണ്ടെത്തലുകൾ ഇതാ. നാസയുടെ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പും ഗ്രൗണ്ട് ഒബ്സർവേറ്ററികളും ഉപയോഗിച്ച് ബീറ്റൽജ്യൂസിന്റെ രഹസ്യങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു. അടുത്തിടെ കണ്ടെത്തിയ സിവാർഹ എന്ന സഹനക്ഷത്രമാണ് ബീറ്റൽജ്യൂസിന്റെ വിചിത്ര സ്വഭാവങ്ങൾക്ക് കാരണം. ബീറ്റൽജ്യൂസിന്റെ അന്തരീക്ഷത്തിലൂടെ ചുഴലുന്ന സാന്ദ്രമായ വാതകങ്ങളുടെ ഒരു വഴി സിവാർഹ സൃഷ്ടിക്കുന്നു. ഇത് താരത്തിന്റെ തിളക്കത്തിൽ മാറ്റങ്ങളുണ്ടാക്കുന്നു. ഹാർവാർഡ് ആൻഡ് സ്മിത്സോണിയൻ സെന്റർ ഫോർ ആസ്ട്രോഫിസിക്സിലെ CFA ശാസ്ത്രജ്ഞരാണ് ഈ സുപ്രധാന ഗവേഷണം നടത്തിയത്. നാസയുടെ ഹബിൾ ടെലിസ്കോപ്പും ഫ്രെഡ് ലോറൻസ് വിപ്പിൾ ഒബ്സർവേറ്ററി, റോക്ക് ഡെലാസ് മുച്ചാച്ചോസ് ഒബ്സർവേറ്ററി എന്നിവിടങ്ങളിലെ ഗ്രൗണ്ട് അധിഷ്ഠിത ദൂരദർശിനികളും പഠനത്തിനായി ഉപയോഗിച്ചു. ഏകദേശം 8 വർഷത്തോളമുള്ള നിരീക്ഷണങ്ങളിലൂടെയാണ് ഈ സഹനക്ഷത്രത്തിന്റെ സ്വാധീനം വ്യക്തമായത്. ബീറ്റൽജ്യൂസിന്റെ വെളിച്ചത്തിലുണ്ടായ മാറ്റങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാണ് സിവാർഹയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ഒരു ബോട്ട് വെള്ളത്തിലൂടെ നീങ്ങുന്നതുപോലെ സിവാർഹ ബീറ്റൽജ്യൂസിന്റെ അന്തരീക്ഷത്തിൽ ഒരു അല അല്ലെങ്കിൽ വേക്ക് സൃഷ്ടിക്കുന്നു. ഓരോ 6 വർഷത്തിലും ഏകദേശം 2100 ദിവസങ്ങൾ സഹനക്ഷത്രം ബീറ്റൽജ്യൂസിന് മുന്നിലൂടെ കടന്നുപോകുമ്പോൾ ഈ സ്വാധീനം വ്യക്തമാവുന്നു. ബീറ്റൽജ്യൂസ് ഒരു ചുവന്ന മഹാതാരമാണ്. ഇതിന്റെ വലിപ്പവും സാമീപ്യവുമാണ് പഠനത്തിന് എളുപ്പമാക്കുന്നത്. ഭൂമിയിൽ നിന്ന് ഏകദേശം 650 പ്രകാശവർഷം അകലെ ഓറിയോൺ രാശിയിലാണ് ഒറൈൻ കോൺസ്റ്റലേഷൻ ബീറ്റൽജ്യൂസിന്റെ സ്ഥാനം. ഇത്രയും വലിയ നക്ഷത്രമാണിത്. 400 ദശലക്ഷത്തിലധികം സൂര്യന്മാരെ ഇതിനുള്ളിൽ ഉൾക്കൊള്ളാൻ കഴിയും. വർഷങ്ങളായി ശാസ്ത്രജ്ഞരെ കുഴക്കിയ ബീറ്റൽജ്യൂസിന്റെ പെരുമാറ്റ രീതികൾക്ക് ഈ കണ്ടെത്തൽ ഉത്തരം നൽകുന്നു. 2020-ൽ നക്ഷത്രത്തിന്റെ തിളക്കം അപ്രതീക്ഷിതമായി കുറഞ്ഞത്, അതായത് കോട്ടുവായ വന്നതെന്തുകൊണ്ടാണ് എന്നതിനും ഇപ്പോൾ വിശദീകരണമായി. 400 ദിവസത്തെ ഹ്രസ്വചക്രവും 2100 ദിവസത്തെ ദീർഘചക്രവും ഈ പഠനത്തിലൂടെ കൂടുതൽ വ്യക്തമായി. ഈ പുതിയ നേരിട്ടുള്ള തെളിവുകൾ ഭീമൻ നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു പുതിയ വഴി തുറക്കുന്നു. ബീറ്റൽജ്യൂസ് പോലുള്ള ഭീമൻ നക്ഷത്രങ്ങൾ എങ്ങനെ പരിണമിക്കുന്നു, എങ്ങനെ ദ്രവ്യം പുറന്തള്ളുന്നു എന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. അവസാനം ഈ നക്ഷത്രങ്ങൾ എങ്ങനെയാണ് സൂപ്പർനോവയായി പൊട്ടിത്തെറിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. 2027-ൽ സിവാർഹ വീണ്ടും ബീറ്റൽജ്യൂസിന്റെ പിന്നിൽ നിന്ന് വരുമ്പോൾ കൂടുതൽ നിരീക്ഷണങ്ങൾക്കായി ശാസ്ത്രജ്ഞർ തയ്യാറെടുക്കുന്നു.